നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നലത്തെ മാച്ച് നമ്മൾ ക്ലബ് ബ്രൂവിനോട് 3-3 സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ട്. ലക്ക് കൊണ്ട് മാത്രം സമനിലയായിപ്പോൾ എല്ലാവരും എപ്പം പണി കിട്ടേണ്ട മാച്ചാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലത്തെ മാച്ചിലെ ഒരേ ഒരു പോസിറ്റീവ് അത് പറഞ്ഞിട്ട് നമുക്ക് നേരെ ഒപ്പോണിന്റെ ഗോളിലോട്ട് കിടക്കാം. മറ്റൊന്നുമല്ല, ലെമീൻ യമാൽ കുറച്ച് നാൾ കൂടി നമ്മൾ ലാസ്റ്റ് സീസൺ കണ്ട വേർഷൻ ഓഫ് ലെമീൻ യമാലിലെ ഗ്ലിംസസ് നമ്മൾ കണ്ടു. അഥവാ യമാലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ദി സീസൺ വിത്തൗട്ട് എ ഡൗട്ട് നമ്മൾ കണ്ടു. ഇന്നലത്തെ മാച്ചിൽ പാസ് ദ ബോൾ ടു യമാൽ ആൻഡ് ലെറ്റ് ഹിം ക്രിയേറ്റ് സംതിങ് എന്നുള്ളൊരു പരിപാടിയാണല്ലോ. അത് ഇന്നലെ നമ്മൾ കണ്ടു. ആൻഡ് യമാലിന്റെ മോമെന്റ് ഓഫ് മാജിക്സ് കണ്ടു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ മോമെന്റ്സിൽ യമാൽ കുറച്ച് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന ഡിഫൻസീവ്ലി ഹെൽപ്പ് ചെയ്യുന്ന കണ്ടു. സോ ഇന്നത്തെ മാച്ചിൽ ഒരു പോസിറ്റീവ് പറയാനായിട്ടാണെങ്കിൽ യമാലിന്റെ ഫോം മാത്രമാണ്. അല്ലാതെ നമുക്ക് കാര്യമായിട്ട് എന്താണ് അല്ലേ, ബാർസലോണ ഡിഫൻസ് ഇപ്പം വേൾഡ് ഫുട്ബോളിലെ ദ മോസ്റ്റ് ഈസിയസ്റ്റ് ടാസ്ക് ടു ഡു എന്താണെന്ന് ചോദിച്ചാൽ ബാർസലോണയുടെ ഡിഫൻസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. അത് ആർക്കും പറ്റും, ഏത് ലോക്കൽ ടീമിനും പറ്റും എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അമ്മാതിരി വേഴ്സ് പീസ് ഓഫ് ഡിഫെൻഡിങ് ആണ് നമ്മുടേത്. ഓക്കെ, ഹൈ ലൈൻ ആണ്, എക്സ്പോസ്ഡ് ആവും, 100% അഗ്രി ചെയ്യുന്നു. കൗണ്ടർ പ്രസ് നമ്മുടെ വീക്കാണ്, എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, 100% അഗ്രി ചെയ്യുന്നു. പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇന്റൻസിറ്റി വരുന്നില്ല, എക്സ്പോസ്ഡ് ആവുന്നു, 100% അഗ്രി ചെയ്യുന്നു. യെസ്, ഇതെല്ലാവരും 100% അഗ്രി ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മുടെ കൗണ്ടർ പ്രസ് ഇപ്പം വീക്കാണ്, അതിൻ്റെ കൂടെ ഹൈ ലൈൻ നമ്മൾ ക്ലിയർലി എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ബാക്ക് ലൈൻ ഹൈ ലൈൻ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു നാച്ചുറൽ ലീഡറിനെ നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട്. അഗ്രസീവായിട്ട് പ്ലേസ് പ്രസ് ചെയ്യുന്നില്ല, കമ്മിറ്റ്മെന്റും കാണുന്നില്ല, ആൻഡ് ഗെയിമിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. സോ എല്ലാത്തിൻ്റെയും കൂടെ ഒരു എന്നാ പറയുക, ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. കാരണം ഇന്നലെ ക്ലബ് ബ്രൂഹ് എല്ലാ മൊമെന്റ്സിലും അവരാണ് ലീഡ് എടുക്കുന്നത്. സോ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ലീഡ് എടുത്തിട്ട് ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയോണ്ട് നമ്മൾ സത്യം അവർ കൂടുതൽ അടിച്ചില്ല എന്ന് പറയേണ്ടി വരും. കാരണം എപ്പോഴൊക്കെ നമ്മൾ ഈക്വലൈസ് ചെയ്തോ അപ്പോഴൊക്കെ പോയി അവന്മാർ ഗോൾ അടിക്കുക. ഇറ്റ്സ് ലൈക്ക് ഓക്കെ, ബാർസ ഈക്വലൈസ് ചെയ്യട്ടെ, നമുക്ക് ഗോൾ അടിക്കാം, ആ ഒരു അതായിരുന്നു. കാരണം അവന്മാർ ആ 2-1 ലീഡ് എടുത്തപ്പോഴും അല്ല 3-2 ലീഡ് നിന്നപ്പോഴും എല്ലാം മേ ബി അടുത്ത ഗോളിന് വേണ്ടി പൊക്കോണ്ടിരിക്കുമായിരുന്നെങ്കിൽ മേ ബി ആ ഗെയിം അവിടെ കില്ലായിരുന്നു. 4-2 5-2 ഒക്കെ ആക്കായിരുന്നു അവർക്ക്. അവർ ഓക്കെ നമ്മൾ 3-2 ആക്കി നമുക്ക് ഡിഫെൻഡ് ചെയ്യാം, ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ ഓർത്ത് നിന്നുകൊണ്ട് ശരിക്കും അവർ അടുത്തതിലോട്ട് പോയില്ല. കാരണം എപ്പോഴൊക്കെ അവർക്ക് ഫ്രണ്ടിലോട്ട് പോയി ഗോൾ അടിക്കണോ എന്നുള്ള ഒരു സിനാരി വേണം അവരത് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. കാരണം എന്ത് ഈസിലിയാണ് ബാർസയുടെ പ്രസ് ബീറ്റ് ചെയ്യുന്നത്, എന്ത് ഈസിലിയാണ് ബാർസയുടെ ഹൈലൈൻ എക്സ്പോസ്ഡ് ആവുന്നത്. സോ നിങ്ങൾ ആ ഫസ്റ്റ് ഗോൾ വന്ന രീതി തന്നെ നോക്കുക. കോമഡി എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് കോമഡിയാണ്. അവിടെ നമ്മുടെ ഹൈലൈൻ നിങ്ങൾക്ക് കാണാം, അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അറോഹവും കുണ്ടയും ഒരു ഭാഗത്ത്, ബാൾഡയും എറിക് മറ്റൊരു ഭാഗത്ത്. നിങ്ങൾക്കിപ്പോൾ പിക്ചറിൽ കാണാം എന്ത് ഈസിലിയാണ് ആ പാസിലൂടെ റിലീസ് ചെയ്യുന്നു, ബാക്കിലോട്ട് പോകുന്നു, പാസ് ഇടുന്നു, അവിടെ ഫിനിഷ് ചെയ്യുന്ന ഒരു സിനാരിയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം അറോഹോ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. ആ ഒരു ക്രോസ് ബോക്സിലോട്ട് വരുമ്പോൾ ആൾ അവിടെ ഓഫ് സൈഡ് ആണെന്ന് ഓർത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഹൈലൈൻ നമ്മുടെ എക്സ്പോസ്ഡ് ആവുന്നത്. ഈ ഒരു പിക്ചർ ക്ലിയർലി നിങ്ങൾ നോക്കുക. അവിടെ കുണ്ടയാണ് ഫോർബ്സിനെ ഓഫ് സൈഡ് ആക്കാതെ ഓൺ സൈഡ് ആക്കുന്നത്. അവിടെ അറോഹോനെ നിങ്ങൾക്ക് കാണാം അവരുടെ ആ ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് നീ തൽക്കാലം ഞങ്ങളെ ഓഫ് സൈഡ് ട്രാപ്പിലാക്കണ്ട, നീ അവിടെ നിൽക്കുന്നുള്ള രീതി ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാം. ആൻഡ് അവിടെ നിങ്ങൾക്ക് കാണാം ബാൾഡയും എറിക് ഗാർഷ്യയും വേറെ ഏതോ ലോകത്തെ, അറോഹവും കുണ്ടയും ഒരു ലോകത്ത്. ആ രീതിയിലാണ് അവിടെ ആ പാസ് എക്സ്പോസ്ഡ് ആവുന്നത്. അവിടെ ക്രോസ് വരുമ്പോഴേക്കും നിങ്ങൾക്കാണ് അറോഹോന് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മേ ബി ഒരു ബോഡി ഫ്രണ്ടിലോട്ട് ഇട്ട് ആ ക്രോസ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കാം, പക്ഷേ അവിടെ ബ്ലോക്ക് ആവുന്നില്ല. ആള് അത് ഓഫ് സൈഡ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു അധികം കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ. അവിടെ ഈസിലി നമ്മളെ എക്സ്പോസ്ഡ് ആക്കുകയാണ്. 1-0 ലീഡ് അവിടെ എടുക്കുകയാണ്. പിന്നീട് നമ്മൾ തൊട്ടടുത്ത നിമിഷം ഫെറാൻ ടോറസിലൂടെ ഈക്വലൈസ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഗോൾസിനെ കുറിച്ച് കൂടി ഞാൻ പറയുന്നില്ല, അത് പറയുന്നത് വെറുതെയാണ്. ഈക്വലൈസ് ചെയ്തു, അത് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഫെർമിൻ ലോപ്പസിന്റെ അസിസ്റ്റിൽ നല്ലൊരു ഈക്വലൈസർ ആയിരുന്നു. പക്ഷേ നമ്മുടെ ടീമിന്റെ ഇഷ്യൂ ഇതാണ്, നമുക്കൊരു നാച്ചുറൽ ലീഡർ ഇല്ല. ഓക്കെ, നമുക്കൊരു നാച്ചുറൽ ലീഡർ ഇല്ല. അത് ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുമ്പത്തെ ഗോളിൽ കണ്ടില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവിടെയൊക്കെയാണ് നമ്മൾ ഇനീഗോ മാർട്ടിനസിനെ മിസ് ചെയ്യുന്നത്. ലാസ്റ്റ് സീസൺ ഇനീഗോ മാർട്ടിനസ് വാസ് റിയലി വൈറ്റൽ. ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പ്ലേയേഴ്സിനിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അത് അഗ്രസീവ്ലി അങ്ങോട്ട് പ്ലേയേഴ്സിനെ ചെന്ന് പ്രസ് ചെയ്യുന്ന കാര്യത്തിലാണ്. അത് മൂന്നാമത്തെ ഗോൾ നമ്മൾ കണ്ടാണ്, അതിലോട്ട് ഞാൻ വരാം. ആൻഡ് രണ്ടാമത്തെ ഗോൾ അനദർ പീസ്, ഞാൻ ഏറ്റവും ഡിസപ്പോയിൻ്റ് ചെയ്തൊരു ഗോളാണിത്. കാരണം നമ്മുടെ പ്രസ്സിങ് സ്ട്രക്ചറിനേക്കാൾ ഉപരി റെസ്റ്റ് ഡിഫൻസിലാണെങ്കിലും ഇപ്പം നമ്മുടെ ഒരു കോർണർ സിറ്റുവേഷനാണ്. അവിടെ നിന്ന് എങ്ങനെ അവർ കംഫർട്ടബിളി ബാളിലേക്ക് അഗെയിൻസ്റ്റ് 2 vs 1 സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതര ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഇപ്പം ഇതിലോട്ട് വരുമ്പോഴേക്കും ഞാൻ 3 പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷേ അതിൽ ഞാൻ അതിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം കോർണർ കിക്ക് വരുവാണ്, അവിടെ യമാലിൻ്റെ കോർണർ വരുവാണ്, അത് അണ്ടർ ഹിറ്റ് ആവുകയാണ്. അത് ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, അതൊരു മോശം കോർണറാണ്. ആ പ്ലെയർ ഫസ്റ്റ് നിൽക്കുന്ന പ്ലെയറിൻ്റെ ദേഹത്തോട്ട് തന്നെ ഇടിക്കുന്നു. അത് വരികയാണ് റാഷ്ഫോർഡിൻ്റെ ഭാഗത്തോട്ട് വന്ന് റാഷ്ഫോർഡ് അവിടെ ആ ഡ്യൂവൽ വിൻ ചെയ്യാണ്, ആ ബോക്സിലോട്ട് വരുവാണ്. പക്ഷേ അത് അവരുടെ പ്ലെയറിൻ്റെ തലയിലോട്ടാണ് പോകുന്നത്. അവരുടെ പ്ലെയർ അത് ക്ലിയർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക, അവിടെ അവരുടെ ആ അറ്റാക്കറിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും അവിടെ 3 പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അവിടെ ഫോർബ്സ് എന്ന് പറയുന്ന അവരുടെ പ്ലെയർ റണ്ണ് നടത്താനായിട്ട് റെഡിയാണ്, ആ പിച്ചിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് പ്ലെയർ. അവിടെ നിങ്ങൾക്ക് എറിക് ഗാർഷ്യയെ കാണാം, കുണ്ടയെ കാണാം, റാഷ്ഫോർഡിനെ കാണാം.
മൂന്ന് പേരും ബോൾ വാച്ച് ചെയ്യുകയാണ്. മൂന്ന് പേരും ഫോർബ്സിനെ നോക്കുന്നില്ല. അവിടെ ആ ഫോർബ്സിനെ പേസിനോടൊപ്പം ഓടി പിടിക്കാൻ പറ്റുന്ന പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ അത് റാഷ്ഫോർഡാണ്. റാഷ്ഫോർഡ് ഇവിടെയൊക്കെയാണ് ശരിക്കും റഫീനെ മിസ് ചെയ്യുന്ന മാൻ. ഈ റഫീന വാസ് ദർ, ഹി വാസ് മേക്കിംഗ് ദാറ്റ് റൺ. ഇവ ആ ഫോർബ്സിനെ മാർക്ക് ചെയ്ത റൺ എടുത്തത്. അല്ലെങ്കിൽ പോട്ടെ ജൂൾസ് കുണ്ടേയും എറിക് ഗാർഷ്യൻ രണ്ടുപേർക്കും ബോധമില്ല. അവിടെ ഫോർബ്സ് നിൽക്കൊണ്ട് അവനിലോട്ട് എത്രയും പെട്ടെന്ന് പോകും. എന്തിനാണ് ആ ക്രൗഡിലോട്ട് പോകുന്നത്? അവിടെ നമ്മുടെ രണ്ട് പ്ലേയേഴ്സ് ഫെർമിനാണേലും അതുപോലെ തന്നെ ബാൾഡെ ആണേലും അവിടെ ഉണ്ട്. അവർക്ക് മേ ബി അങ്ങോട്ടേക്ക് ക്ലോസ് ഡൗൺ ചെയ്യാം, അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. മൂന്ന് പ്ലേയേഴ്സും ബോൾ വാച്ച് ചെയ്യുവാണ്. അവിടെ നിങ്ങൾക്ക് കാണാം കുണ്ടയും എറിക് ഗാർഷ്യയും നേരെ ആ ബോൾ ഉള്ള പ്ലെയറിലോട്ട് പോവാണ്. ആ ബോൾ പൊസിഷനിൽ നിൽക്കുന്ന പ്ലെയറിലോട്ട്. അവിടെ ഫോർബ്സിന്റെ റൺ ഒരുത്തനും ട്രാക്ക് ചെയ്യുന്നില്ല. അത് ഫോർബ്സിലോട്ട് ഒരുത്തനും പോകുന്നില്ല. ഇവർ റാഷ്ഫോർഡും അവിടെ ബോൾ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. റാഷ്ഫോർഡിന്റെ ഭാഗത്തുനിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. സോ അവിടെ നിൽക്കുകയാണ്. അവിടെ പക്ഷേ കുണ്ടയും എറിക് ഗാർഷ്യയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റ് ചെയ്തത്. കാരണം സെൻട്രൽ ബാക്സ് ആയ അവർ അവയർനെസ് കാണിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രസ്ട്രേറ്റിംഗ് തിങ് ഉള്ള പറയാലോ കേട്ടോ. ആ ബോൾ റിലീസ് ചെയ്യുന്നു, ആ ഫോർബ്സ് കമ്പൈൻ ചെയ്യുന്നു, ഫോർബ്സിനെ റിലീസ് ചെയ്യുന്നു. ബാളുടെ 2 vs 1 സിറ്റുവേഷൻ ആണ്. ബാളിലേക്ക് ഒന്നും ചെയ്യാനായിട്ട് അവിടെ സാധിക്കത്തില്ല. അവിടെ കിഡിലിനൊരു ഫിനിഷ് കൺവേർട്ട് ചെയ്ത് 2-1 ലീഡ് എടുക്കുകയാണ്. ഒന്നും പറയാനില്ല. നമ്മുടെ ഡിഫെൻസീവ്ലി നമ്മൾ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല. നമ്മുടെ ടീമിനിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ബോൾ വാച്ച് ചെയ്യുക. ജൂൾസ് കുണ്ടയുടെ ഒക്കെ ഫോം ഭയങ്കര കൺസേണിങ് ആണ്. ജൂൾസ് കുണ്ട ഈ സീസൺ ഭയങ്കര കൺസേണിങ് ആണ്. ജൂൾസ് കുണ്ടയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഓക്കെ ഡിഫെൻസീവ്ലി യമാലിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടാതെ നമുക്ക് റീസൺ പറയാമെങ്കിലും, പക്ഷെ പുള്ളിയുടെ പൊസിഷനിങ്ങും ഗെയിം അവയർനെസ്സും ഈവൻ ഓഫ്സൈഡ് ട്രാപ്പ്, ഇപ്പോൾ ഓഫ്സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ജൂൾസ് കുണ്ടെ അറോഹുമാണ്. ഇപ്പം ടു ആൻ എക്സ്റ്റെൻറ്റ് എറിക് ഗാർഷ്യ ആൻഡ് ബാൾഡെ പിന്നെ അവെയറാണ് ആ ഒരു ഓഫ്സൈഡ് ട്രാപ്പിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ. പക്ഷേ ജൂൾസ് കുണ്ടെ ആൻഡ് അറോഹുമാണ് നിങ്ങൾ മിക്കപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ഒപ്പോണൻറ്റിനെ ഓൺ സൈഡ് ആക്കുന്ന പ്ലേസ് ഇവർ രണ്ടുപേരുമാണ് ഏതെങ്കിലും മൊമെൻറ്റ്. സോ അവിടെ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് റിയലി കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. അതിന് അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം യമാലിൻ്റെ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക്കിൽ നമ്മൾ ഈക്വലൈസ് ചെയ്യുമായിരുന്നു. അതൊന്ന് പറയണമെന്ന് തോന്നി. ഒരു 1-1.5 മൂവ് ആയിരുന്നു യമാലിൽ. നിങ്ങൾക്ക് അവിടെ കാണാം 3 പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, ഫെർമിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഫെർമിൻ്റെ ഒരു ബാക്ക് ഹിൽ പാസ്, ഒരു കിഡിലൻ ഫിനിഷ് ആയിരുന്നു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ യമാലിൻ്റെ. സോ യമാലാണ് ഈ മാച്ചിലെ ഒരേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ആപ്പാടെ ഒരു പോസിറ്റീവ് ഇപ്പം രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗോൾ നമ്മൾ സ്കോർ ചെയ്തതിന് ശേഷമുള്ള കിക്ക് ഓഫ് വരുമല്ലോ അവരുടെ, അതിൽ നിന്ന് പോയി അവർ അടുത്ത ഗോൾ സ്കോർ ചെയ്യേണ്ടതായിരുന്നു. അതിൽ നിന്ന് പോയി. അതാണ് പറഞ്ഞത്. അവർക്ക് എപ്പോഴൊക്കെ അറ്റാക്ക് ചെയ്യണോ, ഗോൾ അടിക്കണോ, ഇന്നാ മോനെ അടിച്ചോ എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ മൈൻഡായിരുന്നു. വിശാല ഹൃദയരാണ് നമ്മൾ. എന്ത് ചെയ്യാനാണ്, ലോല ഹൃദയരാണ് എന്നൊക്കെ പറയത്തില്ലേ, അലിയുന്ന മനസ്സാണെന്നൊക്കെ പറയുന്ന പോലെയാണ്. പാവങ്ങൾ അവന്മാരൊന്ന് ലീഡ് എടുക്കട്ടെ ക്ലബ് റൂഹ് എന്നൊരു പറയുന്ന രീതിയിലായിരുന്നു. ഇന്ന് അതേ നോക്കുക, തൊട്ടടുത്ത നിമിഷം ആ കിക്ക് ഓഫിൽ നിന്ന് തന്നെ നമുക്ക് ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം പോലും കിട്ടിയില്ല. കിക്ക് ഓഫിൽ നിന്ന് തന്നെ അതേ ബോളുമായിട്ട് പോകുന്നു. അവർ ബോക്സിലോട്ട് വരുന്നു. നിങ്ങൾക്ക് അവിടെ കാണാം കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർബ്സിൻ്റെ കാലിലോട്ട് വരികയാണ്. ഫോർബ്സ് അതടിച്ച് വെളിയിൽ കളയാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുകയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ്. അവിടെ ക്ലിയർലി അവർ 3-2 ആക്കേണ്ട സിനാരിയാണ്. ഓക്കെ, രക്ഷപ്പെട്ടു. ഇന്ത്യയിലും ഡിഫെൻസീവ്ലി കുറച്ച് ബെറ്റർ ആവ്. ആ ഗോൾ അടിച്ചു 61-ാം മിനിറ്റിന്. ഇപ്പോൾ ഗോൾ അടിച്ചു കഴിഞ്ഞ് സെക്കൻഡ്സുകൾക്ക് ശേഷം അവന്മാർ ഈ ചാൻസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ 2 മിനിറ്റ് 61-ാം മിനിറ്റിലാണ് ആ ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ 63-ാം മിനിറ്റ് അടുത്ത ചാൻസ് വരുന്നു. അനദർ വേഴ്സ് പീസ് ഓഫ് ഡിഫെൻസ്. ഇവിടെ നമ്മുടെ ഹൈലൈറ്റ് നോക്കി. ഇവിടെയാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മാൻ സിറ്റി മാച്ചിലോട്ട് വരുമ്പോൾ മാൻ സിറ്റി ഇന്നലെ ചെറുക്കി സ്കോർ ചെയ്തൊരു ഗോളുണ്ട്. അതിലെങ്ങനെയാണ് ഗാർഡിയോൾ അഗ്രസീവ്ലി വന്ന് ബോൾ പ്രസ് ചെയ്ത് അത് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ ഇത് നോക്കുക, ഈ ഒരു സിനാരിയോ ഇവിടെ നമ്മുടെ ഹൈലൈൻ അനദർ കേസ് ഓഫ് ഹൈലൈൻ എക്സ്. ഇവിടെ ഹൈലൈനേക്കാൾ ഉപരി നമ്മുടെ പ്രസ്സിംഗ് ആണ് ഇഷ്യൂ. ഇവിടെ നോക്കുക, അവർ ആ പ്ലെയറിനെ കാല് ബോൾ നിൽക്കുമ്പോൾ കസാഡോയും ഡിയോങ്ങും അവിടെ ഉണ്ട്. ഓക്കെ, കസാഡോയ്ക്കും ഡിയോങ്ങിലും ചാടി കയറി പ്രസ് ചെയ്യാനായിട്ടുള്ള സിനാരിയോസ് ഉണ്ട്. പക്ഷേ ഓക്കെ, അവരുടെ അടുത്ത പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അറോഹോനെ നിങ്ങൾക്ക് കാണാം, അവിടെ എറിക് ഗാർഷ്യനെ കാണാം, ബാൾഡേനെ അവിടെ കാണാം. ഓക്കെ, ഫോർബ്സ് ബാക്കിൽ നിന്ന് റൺ എടുത്താണ്. ബാൾഡെ അതിൽ അവെയർ ആണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ കാണാം അവരുടെ ആ പ്ലെയറിൻ്റെ കാല് ബോൾ നിൽക്കുമ്പോൾ അഗ്രസീവ്ലി ചാടി വീഴും. നമ്മുടെ പ്ലേയേഴ്സ് ഫറ്റീഗാണ്, എല്ലാം സമ്മതിച്ചു. പക്ഷേ ഇങ്ങനത്തെ മൂമെന്റ്സ് ഒക്കെ വിടാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ അഗ്രസീവ് ആയേ പറ്റൂ. പ്ലേയേഴ്സ് ഫറ്റീഗാണ്, 100% ആഗ്രി. നമ്മുടെ പ്ലേയേഴ്സ് ഫറ്റീഗാണ്. എല്ലാ മൂമെന്റ്സും അഗ്രസീവ് ആവാൻ പറ്റത്തില്ല, സമ്മതിച്ചു. പക്ഷേ അറ്റ്ലീസ്റ്റ് മാച്ചിൻ്റെ തുടക്കത്തിലും നമ്മൾ ഒട്ടും അഗ്രസീവ് അല്ല. ഈ ഒരു മൊമെന്റ്സിലോട്ട് വരുമ്പോഴേ നിങ്ങൾ നോക്കും ഒട്ടും അഗ്രസീവ് അല്ല. അവിടെ ആ ചാടി വീഴുന്നില്ല. അവർ ആ പ്ലെയറിന് ടൈം ഓൺ ദ ബോൾ കൊടുക്കുവാണ്. ഇപ്പം ലാസ്റ്റ് സീസൺ ഇനീഗോ ഇങ്ങനത്തെ മൊമെന്റ്സുകൾ സെലക്ട് ചെയ്ത് ഇനീഗോ അഗ്രസീവ്ലി അങ്ങോട്ട് ചാടിക്കറി പ്രസ് ചെയ്യുവാൻ. അതായിരുന്നു ഇനീഗോയുടെ വൺ ഓഫ് ദ ബിഗസ്റ്റ്. അതിപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അറോഹോ ആണെങ്കിലും എറിക് ഗാർഷ്യ ആണെങ്കിലും കസാഡോ ആണെങ്കിലും ഡിയോങ് ആണെങ്കിലും എല്ലാവരും അവരുടെ ഭാഗത്തുനിന്നൊന്നും വരുന്നില്ല. അവിടെ ഫോർബ്സിനെ പ്ലേ ചെയ്യുന്നു. ഫോർബ്സ് പോയി അവിടെ ഗോൾ സ്കോർ ചെയ്യാണ്. കംഫർട്ടബിളി ഷെസ്നിയെ ബീറ്റ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാണ്. അവിടെ ഇന്ത്യ പുള്ളി റൺ നടത്തിയ ബാളിലേക്ക് പോലും ഓടി പിടിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി പേസ് ഉള്ള ഒരു പ്ലെയറാണ്. പിന്നീടാണ് ഒരു പെനൽറ്റി ഇൻസിഡൻറ്റ് വരുന്നൊരു സിനാരിയോ ഉണ്ട്, VAR ഓവർടേൺ ചെയ്യുന്നത്. അവിടെ കാണാം ആദ്യം അത് ആൻ്റണി ടൈലർ പെനൽറ്റി കൊടുത്തെങ്കിലും ഫോർബ്സിനെ അവിടെ ഫൗൾ ചെയ്യുന്നത് ഇപ്പം ബാൾഡെ ഫൗൾ ചെയ്യുമല്ല, ഫോർബ്സ് ശരിക്കും ബാൾഡേനെ ചെന്ന് അങ്ങോട്ടേക്ക് ഇടിക്കുമായിരുന്നു. സോ അത്
ക്ലിയർലി ഓവർടേൺ ചെയ്യാണ്. പിന്നെ അനദർ മൊമെൻ്റ് ഓഫ് എന്നാ പറയുക, ഒരു സ്കെയർ ഷെസ്നിയുടെ ഭാഗത്തു നിന്ന് 91 മിനിറ്റിൽ ആഡ് ഓൺ ടൈമിൽ ഓക്കെ അവിടെ ബാളുടെ കൊടുത്ത ബാക്ക് പാസ് ഷെസ്നി കൊണ്ടുപോയി കളിയാണ്. അവിടെ അവരുടെ ആ പ്ലെയർ ബോൾ വിൻ ചെയ്ത് പുള്ളി ഫിനിഷ് ചെയ്യുവാണ് ഓക്കെ. പക്ഷെ കോമഡി എന്നാന്ന് വെച്ചാൽ അവിടെ ഷെസ്നി ബോൾ കാലി കിട്ടിയിട്ട് ആൾ ബാക്കിലോട്ട് വലിക്കുകയാണ്. ആ ഒരു കേസ് സിനാരിയോട് ബോൾ വിൻ ചെയ്യുന്നില്ല ആ പ്ലെയർ. അവിടെ നിങ്ങൾക്ക് കാണാം ഷെസ്നീനെ കോൺടാക്ട് ചെയ്യുകയാണ്. ഷെസ്നിയായിട്ടൊരു കോൺടാക്ട് ആ ഒരു മൊമെൻറ്റ് വരുന്നതുകൊണ്ട് ഷെസ്നി അവിടെ ഓഫ് ബാലൻസ് ആവുകയാണ് ഓക്കെ. സോ ഗോൾ കീപ്പേഴ്സ് നമുക്കറിയാം ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആവുന്ന പ്ലെയേഴ്സാണ്. സോ അവിടെ പോയി ആളത് ഫിനിഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഷെസ്നി എന്ന് പറയുന്ന പ്ലെയറുമായിട്ട് അവിടെ ഒരു കോൺടാക്ട് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ് ബാർസലോണ. അത് ഓവർടേൺ ചെയ്യുകയാണ്. VAR ഇൻ്റർഫിയർ ചെയ്ത് അവിടെ ഒരു ഫൗൾ ഉണ്ടെന്ന് വിളിക്കുകയാണ്. അല്ലാതെങ്കിൽ മേ ബി അത് ഓക്കെ അതൊരു സോഫ്റ്റ് കോളാണ്. പക്ഷേ പാർട്ട് ഓഫ് ദ ഗെയിം നമുക്കറിയാം ഗോൾ കീപ്പേഴ്സുമായിട്ട് എനി കോൺടാക്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ഡിസലോ ചെയ്യും. ഇവിടെ ഷെസ്നി ബാക്കിൽ ചെയ്തിട്ട് ആൾ ബോൾ ടേൺ ചെയ്തെടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഓഫ് ബാലൻസ് ആക്കുന്നുണ്ട്. ആ ഒരു കോൺടാക്ട് ഓഫ് ബാലൻസ് ആക്കുന്നതുകൊണ്ടാണ് അത് VAR ഓവർടേൺ ചെയ്ത് ഓഫ് ബാലൻസ് ചെയ്യുന്ന ഒരു സിനാരിയോ ഉള്ളത്. സോ നമ്മൾ രക്ഷപ്പെടുകയാണ്. ശരിക്കും ലക്ക് കൊണ്ട് ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഈ സീസൺ നമ്മൾ ഡ്രോ ആയ മാച്ചുകളിലൊക്കെ പറയാറുള്ള പോലെ നമ്മൾ 2 പോയിന്റ്സ് കളഞ്ഞു എന്നല്ല, 1 പോയിന്റുമായിട്ട് വന്നു എന്ന് പറയേണ്ടതാണ്. രക്ഷപ്പെട്ട് വന്നു എന്ന് പറയുന്നതാണ് കറക്റ്റ്. കാരണം ഇന്നലെ ക്ലബ് ബ്രൂഹ് നമ്മളെ ഓപ്പൺ ചെയ്തു. ഓക്കെ നമ്മളും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുണ്ടയുടെ ഷോട്ട് ബാറി തട്ടിപ്പോയി, ഫെർമിൻ്റെ ബാറി തട്ടിപ്പോയി, എറിക് ഗാർഷ്യയുടെ ഒരു ഷോട്ട് ബാറി തട്ടിപ്പോയി. ഓക്കെ നമ്മളും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലായിരുന്നു എന്നല്ല. പക്ഷേ നമ്മൾ കളി കണ്ടവർക്കറിയാം ക്ലബ് ബ്രൂഹ് എപ്പോഴൊക്കെ നമ്മുടെ ഡിഫൻസ് ഓപ്പൺ അപ്പ് ആക്കണോ അപ്പോഴൊക്കെ ഓപ്പൺ അപ്പ് ആക്കുന്നുണ്ട്. ഇറ്റ്സ് എ റിയലി കൺസേണിങ് തിങ് ബ്രോ. നമ്മൾ എങ്ങനെ ഡിഫെൻസീവ്ലി രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇനി കിടന്ന് റാൻഡ് ചെയ്യാനോ മറ്റോ ഒന്നും പോകുന്നില്ല. ഇപ്പം റഫീനെയും ജോൺ ഗാർഷ്യയും പെഡ്രിയും തിരിച്ചു വരുമ്പോൾ നമ്മൾ രക്ഷപ്പെടും, ഈ സീസൺ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ കളി കാണുന്നത്. പ്രതീക്ഷകളാണല്ലോ നമ്മളെ മാച്ചുകൾ നമ്മൾ തോറ്റാലും നമ്മുടെ ടീമിന് ഇപ്പോൾ അടുത്ത സെൽട്ട വിഗോ അവയാണ്. ഈ കളിയാണെങ്കിൽ അവർ നമ്മളെ കീറിയിടും എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ആ മാച്ചിലോട്ട് വരുമ്പോൾ ഓക്കെ നമ്മുടെ സീസൺ തിരിച്ചു പിടിക്കാൻ പോവാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലൂടെ ഞാൻ പോയി ഇരിക്കാൻ പോവാണ് ആ ഒരു മാച്ച് വരുമ്പോഴേക്കും. സോ എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ റഫീന, ജോൺ ഗാർഷ്യ, പെഡ്രി കമ്മിങ് ബാക്ക് എന്നൊരു സിനാരിയോയിലോട്ട് ഇപ്പം വന്നിരിക്കുകയാണ്. സോ എനിക്കറിയത്തില്ല എന്ത് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ഹൈലൈൻ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലിക്ക് ടാക്ടിക്സ് മാറ്റും, ഐ ഡോണ്ട് നോ. ഫ്ലിക്ക് ശരിക്കും ടാക്ടിക്സ് ഒക്കെ മാറ്റി പുള്ളി ഇനി അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ സിസ്റ്റം തന്നെ കളിപ്പിക്കും. പ്ലെയേഴ്സ് എത്രയും പെട്ടെന്ന് ഫിറ്റായിട്ട് വരിക, അത്രയേ ഉള്ളൂ. ഇപ്പം ടു ആൻ എക്സ്റ്റെൻഡ് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. സ്ക്വാഡ് ഡെപ്ത് ഇല്ല, ഫറ്റീഗ്നെസ്, ഇഞ്ചുറീസ് എല്ലാം കൂടെ വരുമ്പോഴേക്ക് ഇത് ഹിറ്റാവും. സോ ബ്ലെയിം മെയിൻലി ചെല്ലേണ്ടത് നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് ഇഷ്യൂസിലോട്ട് തന്നെയാണ്. പിന്നെ റൂണി ബർദാജിയൊക്കെ പോലത്തെ ഓപ്ഷൻസിനെയൊക്കെ ഇപ്പം ഡാനി ഓൾമോ, ഇപ്പോൾ ഫെർമിൻ ലോപ്പസ് ഇന്നലെ ഓൾമോസ്റ്റ് ഫുൾ ടൈം കളിച്ചു. പുള്ളി ഫറ്റീഗ്ഡാണ്. എനിക്ക് ഫെർമിൻ ഒട്ടഞ്ഞ അടുത്ത് പണി കിട്ടാനുള്ള സിനാരിയോ കാണുന്നുണ്ട്. കാരണം പുള്ളി നല്ലപോലെ ഫറ്റീഗ്ഡാണ് ഫെർമിൻ ലോപ്പസ്. ഇന്നലെയാണ് ഫെർമിൻ്റെ പെർഫോമൻസ് ബാഡായിരുന്നു. 2-3 സിനാരിയോസിൽ പുള്ളി സെൽഫിഷ് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലിയർലി പ്ലെയർ ഫറ്റീഗ്ഡാണ്. ഇപ്പോൾ ഡാനി ഓൾമോ ഇറങ്ങിയതിന് ശേഷം ഒന്നും കൊണ്ടുവന്നില്ല. വാസ് റിയലി ബാഡ്. ലെവൻഡോസ്കി ഇന്നലെ പിച്ചിൽ ഇറങ്ങി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആ ഗോൾസ് കുറച്ചുകൂടെ നമ്മൾ അവരെ ഓപ്പൺ അപ്പ് ആക്കാനായിട്ട് ലെവൻഡോസ്കിയുടെ പ്രസൻസ് ഹെൽപ്പ് ചെയ്തു. ഈവൻ അറ്റ് ദിസ് ഏജ് റൂണി ബർദാജിനെയൊക്കെ വളരെ കുറച്ച് മിനിറ്റ്സാണ് കൊടുക്കുന്നത്. സോ നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഫറ്റീഗ്ഡാണ്, ടയർഡാണ്. റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻസ് ഉള്ളതും ഫ്ലിക്ക് റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ട്. നമുക്ക് നോക്കാം എന്താവും. ഈ സീസൺ എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പോയിന്റ്സ് ടേബിൾ കാണാം. നമ്മളിപ്പം 11ാമതാണ്. നമ്മൾ അടുത്ത കളിയാൻ പോകുന്നത് ചെൽസിക്ക് അഗേൻസ്റ്റാണ്. അവർ 12ാമതാണ്. എന്തൊക്കെയാവുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. സോ അവിടുന്ന് നമ്മൾ നേരെ മാൻ സിറ്റി മാച്ചിലോട്ടൊന്ന് പോവുകയാണെങ്കിൽ മാൻ സിറ്റി ഇന്നലെ ബൊറൂസിയ ഡോർട്ട്മണ്ടിനെ കംഫർട്ടബിളി 4-1 തോപ്പിച്ചു. കംഫർട്ടബിൾ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ബൊറൂസിയയ്ക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ബട്ട് ഡൊണറൂമ ഒരു ഗോൾ പോലെയിരുന്നു. പക്ഷേ എർലിംഗ് ഹാളൻഡിന് ക്രെഡിറ്റ് കൊടുക്കണം. കോൺസിക്യൂട്ടീവായിട്ട് 5 ചാമ്പ്യൻസ് ലീഗ് മാച്ചുകൾ ഗോൾ സ്കോർ ചെയ്യുന്ന ഫസ്റ്റ് പ്ലെയർ ആണ് ഫോർ 3 ഡിഫറെൻറ്റ് ക്ലബ്സ്. ആൾ സാൽസ്ബർഗിന് വേണ്ടി സ്കോർ ചെയ്തു, ബൊറൂസിയ ഡോർട്ട്മണ്ടിന് വേണ്ടി സ്കോർ ചെയ്തു, ഇപ്പം സിറ്റിക്ക് വേണ്ടി സ്കോർ ചെയ്തു. 52 കളികളിൽ നിന്ന് 54 ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ. എർലിംഗ് ഹാളൻഡ് ഈസ് ഓൺ എ മിഷൻ. ഇന്നലെ ആൾ ഗോൾ സ്കോർ ചെയ്തു. ബട്ട് എർലിംഗ് ഹാളൻഡിൻ്റെ കളിയിലോട്ട് വരുമ്പോൾ മാസീവ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ജനറൽ പ്ലേയിൽ ഇപ്പം കാണാനായിട്ടുണ്ട്. അതിനേക്കാളും മുമ്പ് നമുക്ക് ഇന്നലെ വന്ന മൊമെൻറ്റ്സ് നോക്കാം. സോ ഇന്നലെ ഫസ്റ്റ് ഗോൾ വരുന്നത് ഫിൽ ഫോഡനിലൂടെയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ഫോഡനിലോട്ട് ബോൾ റിസീവ് ചെയ്യുമ്പോൾ എർലിംഗ് ഹാളൻഡ് ഒരു റണ്ണ് നടത്തുന്നുണ്ട്, ഒരു ഡിഫൻഡറിനെ ടേക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഹീസ് ആൻഡ് ഫോഡൻ കിടക്കുന്ന ഒരു കിഡിലൻ ഷോട്ട് ഫോഡൻ്റെ കയ്യിൽ നിന്ന് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഫിൽ ഫോഡനിലൂടെ 1-0 ലീഡ് എടുക്കുകയാണ്. സോ ഫിൽ ഫോഡൻ്റെ ഫോം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോഡൻ ആണെങ്കിലും ഇന്നലെ സബീനോ വാസ് റിയലി ത്രെറ്റനിങ്. ഡോക്കു ഇപ്പം ഔട്ട്പുട്ട് കൊടുക്കാൻ തുടങ്ങി. ഡോക്കുവിന് സ്കില്ലുണ്ടെന്ന് അറിയാം, പക്ഷേ ഔട്ട്പുട്ട് വരും, അതിപ്പം വരാൻ തുടങ്ങി ഡോക്കുവിൻ്റെ ഭാഗത്തു നിന്ന്. ഡോക്കു ലുക്സ് റിയലി ത്രെറ്റനിങ്. നിക്കോ ഗോൺസാലസ് മാൻ വാട്ട് എ സൈനിങ് ഈസ് ടേണിംഗ് ഔട്ട് ടു ബി. ബട്ട് ഇതാണ് ഞാൻ പറഞ്ഞ മൊമെന്റ്സ്. ഇപ്പം എർലിംഗ് ഹാളൻ്റെ കാല് ബോൾ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് 3 ഡിഫൻഡേഴ്സ് ഹാളൻ്റെ കൂടാണ്. ഹാളണ്ട് അവരെയും ബീറ്റ് ചെയ്തിട്ട് നിക്കോ റെയിലോട്ട് പാസ് കൊടുക്കുകയാണ്. നിക്കോ റെയിലിയുടെ ഷോട്ട് കോബൽ സേവ് ചെയ്യാണ്. സോ അതുപോലെ എർലിംഗ് ഹാളണ്ട് എന്ന് പറയുന്ന പ്ലെയർ ഗോൾ സ്കോറർ മാത്രമല്ല, ആസ് എ പ്ലെയർ ജനറൽ ഗെയിമിലുള്ള പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റ്സ്
ടീംമേറ്റ്സിന് പുള്ളി സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ആ ഫസ്റ്റ് ഗോളി നമ്മൾ കണ്ടു, ഒരു ചെറിയൊരു റൺ ഫോർഡിന് പുള്ളി സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് വീക്ക് നമ്മൾ ഇതുപോലെ കണ്ടു പുള്ളിയുടെ ആ ഒരു മൂവ്മെന്റ്, പുള്ളിയുടെ ആ ഒരു പ്രസൻസ്. ഇപ്പം നിക്കോ റെയ്ലി കഴിഞ്ഞ ആഴ്ച സ്കോർ ചെയ്ത ആ ഗോൾ ബോൺമത്തിനെ അഗേൻസ്റ്റ്, അവിടെ പുള്ളിയുടെ ആ ഒരു പ്രസൻസ്, ഡിഫൻഡേഴ്സിനെ ആ ഒരു മൂവ്മെന്റ്, ഡിഫൻഡേഴ്സിനെ ബ്ലോക്ക് ചെയ്യുവാണ്. ആര് നിക്കോ റെയ്ലിലോട്ട് ചാടി വീഴാണ്. ഈ ഒരു കേസ് സിനാരിയോയിലും കാണാം, അവർ 3 ഡിഫൻഡേഴ്സോളം ഫിസിക്കലായിട്ടുള്ള 3 ഡിഫൻഡേഴ്സ് ഹാളനോടൊപ്പം പോവാണ്. പക്ഷേ പുള്ളി ആ പ്രസ് വീറ്റ് ചെയ്യുന്നു, ഡ്രിബിൾ ചെയ്യുന്നു, റൈറ്റ് ആയിട്ട് നിക്കോ റെയ്ലിനെ ഫൈൻ ചെയ്യണം. ആ നിക്കോ റെയ്ലി കിട്ടിയ സ്പേസ് നിങ്ങൾ നോക്കും, പുള്ളി ഹാളൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്പേസ് ആണ് പുള്ളിയുടെ പ്രസൻസ്. അടുത്ത 3ാമത്തെ ഗോൾ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതൊരു സൂപ്പർ സാധനമായിരുന്നു. അവരുടെ ഡോക്ക് ടേക്ക് ഓൺ ചെയ്യുന്നു, റയർസനെയാണെന്ന് തോന്നുന്നു. ആൻഡ് ഡോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ഹാളൻ്റെ പൊസിഷനിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. അവിടുന്ന് ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സെൻട്രൽ സോണിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന ഒരു സ്പേസ്, ഹാളൻ്റെ റൈറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് മൂവ്മെൻറ്റ് എടുത്താണ് ഡോക്കുവിൻ്റെ കിട്ടില്ലം പാസ്. ഡോക്കു ആ സ്പേസ് കാണും, കിട്ടില്ലം പാസ്. അതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ടോപ്പ് നോച്ച് കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ ആ ഹാളണ്ട് വന്ന് ഫിനിഷ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം അവിടുന്ന് ആ ഒരു റൺ ആൾ നടത്തി വന്ന് ഫിനിഷ് ചെയ്യുക. ആള് ആ സ്പേസിലോട്ട് വരുവാണ്, ആ ഒരു ടേൺ എടുക്കുവാണ്. സോ അതൊക്കെയാണ് നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത്. ഹാളണ്ട് ആണെങ്കിലും ഡോക്കു ആ സ്പേസ് കാണുന്നു, അങ്ങോട്ടേക്ക് ഇടുന്നു, ഹാളണ്ട് അവിടെ വരുമെന്ന് ഡോക്കുവിന് അറിയാം. സോ ആ ഒരു ക്രോസ് വരുന്നതാണ്, ആ ഒരു കട്ട് ബാക്ക് വരുന്നത് ഡോക്കിൻ്റെ ഭാഗത്തുനിന്ന്. ആൻഡ് നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഹാഫിൽ 2-3 ചാൻസുകൾ അവസാനം അവർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം ആഡിയമ്മയുടെ ഒരു ഷോട്ട്, ഡോണറോബയുടെ ഒരു നല്ല സേവ് ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ ബാക്കിൽ കിടന്നൊരു കെയോട്ടിസം ക്രിയേറ്റ് ചെയ്തത് ആഡിയമ്മയുടെ കാലിലോട്ട് കിട്ടിയത്. ആഡിയമ്മ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കാനുകൊണ്ട് അവിടെ വന്ന് ഗോർഡിയോണിൻ്റെ ഒരു ബ്ലോക്ക് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ 2-3 സേവുകൾ ഡോണറൂമയ്ക്ക് ചെയ്യേണ്ടി വന്നു. ഡോണറൂമേനെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന 2-3 മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഡോണറൂമേ ഒരു ക്വാളിറ്റി സൈനിങ് അല്ല. ഇങ്ങനത്തെ മാച്ചുകളിലൊക്കെ വരുമ്പോഴേക്കും പുള്ളിയുടെ ഷോട്ട് സ്റ്റോപ്പിംഗ് അബിലിറ്റിയൊക്കെ ടോപ്പ് നോച്ചാണ്. ഓക്കെ, ഇന്നലെ അന്യായമായിട്ട് എപ്പോഴും ടെസ്റ്റ് ചെയ്തു എന്നല്ല, ബട്ട് മൊമെൻറ്റ്സിൽ കോൾ ചെയ്തപ്പോൾ പുള്ളി റൈറ്റ് ആയിട്ടുള്ള സേവ് നടത്തി. പുള്ളിയുടെ ക്ലിയറൻസുകൾ നല്ലായിരുന്നു. ഏരിയയിൽ പുള്ളിയുടെ പ്രസൻസ്, അതായത് ക്രോസുകളും മറ്റുമൊക്കെ ബോക്സിലോട്ട് വരുമ്പോൾ ആൾ ക്ലെയിം ചെയ്യാനായിട്ടുള്ള അബിലിറ്റി, കോർണർ കിക്സിലുള്ള ആളുടെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ എടുത്തു പറയാനും പുള്ളിയുടെ ഷോട്ട് സ്റ്റോപ്പിംഗ് ടോപ്പാണ്. ആൻഡ് 3ാമത്തെ ഗോൾ വരുന്നതും ഫിൽ ഫോഡനിലൂടെയാണ്. ബോൾ ഫിൽ ഫോഡനിലോട്ട് ചെല്ലുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ഫിൽ ഫോഡൻ്റെ കാലിലോട്ട് ബോൾ വരുന്ന ഔട്ട്സൈഡ് ദ ബോക്സ്. അവിടെ ഹാളണ്ടും എല്ലാ സിറ്റി പ്ലേയേഴ്സും ബാക്കിലാണ്. ഇൻസൈഡ് ദ ബോക്സിൽ ഒറ്റ സിറ്റി പ്ലേയേഴ്സിൻ്റെ പ്രസൻസ് ഇല്ല. അവിടെ മേ ബി ബൊറൂസിയ ഡോർട്ട്മണ്ടിൻ്റെ മോശം പീസ് ഓഫ് ഡിഫെൻഡിംഗ് എന്ന് പറയാം. പക്ഷേ ഫോഡൻ അവിടെ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, ബോക്സിലോട്ട് എഡ്ജിലോട്ട് വരുന്നു. അവിടെ ഒരു കിഡിലൻ ഷോട്ട് 3-0 ലീഡ് എടുക്കുകയാണ് ആള്. മാഞ്ചസ്റ്റർ സിറ്റി ഡിസേർവിംഗിൽ ഫോഡൻ്റെയൊക്കെ ഫോഡനും ഹാളൻഡിനോടൊപ്പം ഫോഡനും ഫോം ആവുന്നത് കൂടെ ഡോക്കുവും സവീനോയും ചെർക്കി അന്യായ ഫോമിലാണ്. ചെർക്കിയുടെ 4ാമത് ഗോൾ വരുന്നുണ്ട്, അതിലോട്ട് വരാം. അതിനു മുമ്പ് ഫോഡൻ, ചെർക്കി, ഹാളണ്ട് ഇവർ 3 പേരും ഫോമിലാവുന്നത്. 3-1 ആക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അവിടെ ഒരു ക്രോസ് ബോക്സിലോട്ട് വരുന്നത് ആൻഡോൺ വന്ന് ഫിനിഷ് ചെയ്ത് ഒരു ഫ്രീ കിക്ക് സിനാരിയോയിലൂടെയാണ് 3-1 ആക്കുന്നത് കണ്ടു. 4ാമത്തെ ഗോളാണ് ഞാൻ ഈ പറഞ്ഞ ഒരു അവയർനെസ് ഒക്കെ. അവിടെ ബൊറൂസിയ ഡോർട്ട്മണ്ടിന്റെ കാല് കിടന്ന ബോളാണ്. ആ ഒരു പാസ് വരുമ്പോഴേക്കും ഗ്വാർഡിയോൾ ബാക്കിൽ നിന്ന് അഗ്രസീവ്ലി വന്ന് ബോൾ പ്രസ് ചെയ്യുകയാണ്, വിൻ ചെയ്യുക. എനിക്ക് ഇവിടെ കാണാം ആ ഒരു അഗ്രസീവ്നെസ്. ഡിഫൻഡേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. നമ്മുടെ ബാർസലോണ ചെയ്യാത്തതാണ്. ഇതുപോലെ ഈ ഗ്വാർഡിയോളൊക്കെ വന്ന് അഗ്രസീവ്ലി വന്ന് ഫ്രണ്ട് ഫുട്ടി പ്രസ് ചെയ്യുന്നവരെ ചെയ്യുന്നില്ല. ആ ഒരു അഗ്രസീവ്നെസ് നമ്മൾ കാണിക്കുന്നില്ല. അവിടെ ബോൾ വിൻ ചെയ്യുന്നു, നേരെ ചെറുക്കിയിലോട്ട് ചെല്ലുന്നു. ചെറുക്കി അവിടെ നിന്ന് ധാരാളം സ്പേസ് ഉണ്ട് റൺ എടുത്താൻ. ആൾ എഡ്ജ് ഓഫ് ദ ബോക്സിലോട്ട് വന്നു, പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു. അവിടുന്ന് ഒരു ഷോട്ട് റയാൻ ചെറുക്കി എടുക്കുകയാണ്. 4-1 ആക്കി സിറ്റി മാറ്റുകയാണ്. കംഫർട്ടബിളി സിറ്റി ഇവഞ്ച്വലി അറ്റ് 4-1 ഒരു വിക്ടറി ആയിട്ട് പോവാണ്. സോ നെക്സ്റ്റ് സിറ്റി വേഴ്സസ് ലിവർപൂൾ ആണ് പ്രീമിയർ ലീഗിൽ. നമ്മൾ ഇന്നലെ കണ്ടു സിറ്റി ലിവർപൂളിൻ്റെ പെർഫോമൻസ് അഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ്. ആൻഡ് സിറ്റി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നു. ബോൺമുത്തിനെ 4-1 തോപ്പിക്കുന്നു. ബോൺമുത്തിനെ 3-1 തോപ്പിക്കുന്നു. ഈ മാച്ച് 4-1 ഡോർട്ട്മുണ്ടിനെ തോപ്പിക്കുന്നു. സോ എത്തിഹാഡിലുമാണ് മാച്ച്. എന്തായിരിക്കും നമുക്ക് കണ്ടു നോക്കാം എന്ത് വരുമെന്നുള്ളത് സിനാരിയോ. ഡോണറൂമയൊക്കെ ഒരു ക്വാളിറ്റി അഡീഷനാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെയാണ് മറ്റ് കുറച്ച് മാച്ചുകൾ നോക്കാനായിട്ടാണ് ഇന്നലെ ചെൽസി 2-2 കർബാഗോയിട്ട് ഡ്രോ പിടിച്ചു. ഗർണാച്ചോയും എസ്തിവാവും ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ ചെൽസി വാസ് ഡിസപ്പോയിൻറ്റിങ്. ഇന്നലെ XGയുടെ കാര്യത്തിലും മറ്റുമൊക്കെ കർബാഗാണ് കൂടുതൽ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് നോക്കാം അവിടെ എന്താവുമെന്ന്. അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങളിലോട്ട് പോകുമ്പോൾ ന്യൂക്കാസിൽ കംഫർട്ടബിളി ബിൽബാവിനെ 2-0 തോപ്പിച്ചു. ഗാലറ്റസറെ 3-0 അയാക്സിനെ കംഫർട്ടബിളി തോപ്പിച്ചു. ഒസിമൻ്റെ ഒരു ഹാട്രിക്ക് വന്നു. ഒസിമനാണ് ഇപ്പം ടോപ്പ് സ്കോർ വിത്ത് 6 ഗോൾസ് ഇൻ ചാമ്പ്യൻസ് ലീഗ്. ഒസിമൻ 2 പെനൽറ്റി ഉണ്ട്, പക്ഷേ എന്നാലും ഒരു ഓപ്പൺ പ്ലേ ഗോളിലൂടെ നോക്കാം എന്താവുമെന്ന്. അതുപോലെ തന്നെ ഇന്നലെ കൈറാത്ത് അൽമാനിനെ ഇന്റർ 2-1 തോപ്പിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും വിശേഷങ്ങളും മറ്റുമൊക്കെ. ഇപ്പം പോയിന്റ്സ് ടേബിൾ നോക്കുവാണെങ്കിൽ ആർസണലും ബയൺ മ്യൂണിക്കും ഇന്റർ മിലാനും ആണ് 4 മാച്ചുകളും ജയിച്ച് 12 പോയിന്റുമായിട്ട് നിൽക്കുന്നത്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാവുമെന്ന്. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.